കണ്ണൂർ വിഷൻ ചാർജ് ഷീറ്റിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ചാർജ് ഷീറ്റിൽ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കണ്ണൂർ കളക്ട്രേറ്റിൽ നടന്ന ഒരു കൊലപാതകമാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾ കളക്ട്രേറ്റിൻ്റെ കോമ്പൗണ്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെടും. അത് ഒരാൾ അയാളെ കൊല്ലുന്നതായിട്ട് കണ്ടതായി ഒരു ദൃക്സാക്ഷി മൊഴിയും വരുന്നു. യഥാർത്ഥത്തിൽ ആ ദൃക്സാക്ഷി മൊഴിക്കപ്പുറം ഒളിഞ്ഞിരുന്ന പ്രതിയെ കണ്ടെത്തിയ പോലീസിൻ്റെ അന്നത്തെ അന്വേഷണ വഴികളിലൂടെയാണ് ഇന്നത്തെ ചാർജ് ഷീറ്റിൻ്റെ സഞ്ചാരം. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു റിട്ടയർഡ് ഡിവൈഎസ്പി പി സുകുമാരൻ. പ്രേക്ഷകർക്കും ഒപ്പം പി സുകുമാരനും ചാർജ് ഷീറ്റിലേക്ക് സ്വാഗതം. നമസ്കാരമുണ്ടേ. നമുക്ക് ഈ രാമയ്യൻ എന്ന ഒരാളുടെ ഒരു കളക്ട്രേറ്റ് കോമ്പൗണ്ടിൽ എന്ന് പറഞ്ഞാൽ പോലീസ് ജില്ലാ ഭരണകൂടത്തിൻ്റെ സ്ഥിരാ കേന്ദ്രത്തിൻ്റെ കോമ്പൗണ്ടിലാണ് ഒരാൾ കൊല്ലപ്പെട്ടു എന്ന വിവരം കേട്ടു. ശരിക്കും എങ്ങനെയാണ് ആ സംഭവത്തിൻ്റെ തുടക്കം? ഞാൻ കണ്ണൂർ ടൗൺ സി ആയിരുന്നു. അപ്പോൾ രാവിലെ സ്റ്റേഷനിൽ വിവരം കിട്ടി, ഇങ്ങനെ കണ്ണൂർ കളക്ട്രേറ്റിൻ്റെ പുറകുവശത്തുള്ള ക്യാൻറ്റീൻ്റെ സൈഡിൽ ഒരാൾ ഇങ്ങനെ തലയിൽ വലിയൊരു മുറിവായിട്ട് കിടക്കുന്നുണ്ട്, മരണപ്പെട്ടു പോയി എന്നാണ് ഇൻഫർമേഷൻ സ്റ്റേഷനിൽ കിട്ടിയത്. ആ വിവരമാണ് ആദ്യമായിട്ട് സ്റ്റേഷനിൽ കിട്ടുന്നത്. ഇൻഫർമേഷൻ തരുന്നത് അവിടെ ക്യാൻറ്റീൻ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ട്. അന്ന് ഞാൻ അവധിയാണ്, ഞായറാഴ്ച. എന്നാലും അയാൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു ഇങ്ങനെ എന്നെ ക്യാൻറ്റീൻ്റെ സൈഡിൽ, ഞാൻ നടത്തുന്ന ക്യാൻറ്റീൻ്റെ സൈഡിൽ ഒരാൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്, മരണപ്പെട്ടു പോയിന്ന് ഏകദേശം ഉറപ്പാണ് എന്നുള്ള വിവരമാണ് അയാൾ തരുന്നത്. അപ്പോൾ അയാൾ രാവിലെ നടക്കാൻ ഇറങ്ങുമ്പോഴാണ് ഇത് കണ്ടത്. അപ്പോൾ പിന്നെ പോലീസിൻ്റെ നടപടി അറിയാം. എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങൾ, നമ്മളൊരു സ്ഥലത്ത് പെട്ടെന്ന് പോകണം, അയാൾ ജീവനുണ്ടോ നോക്കണം, ജീവൻ രക്ഷിക്കാൻ നടപടി എടുക്കണം. ഇതാണ് പോലീസിന് ആദ്യം ചെയ്യാനുള്ളത്. അങ്ങനെ പെട്ടെന്ന് തന്നെ പോലീസ് ജീപ്പുമായിട്ട് നമ്മൾ, എൻ്റെ കൂടെയുള്ള പോലീസുകാർ, കണ്ണൂരും കുറച്ച് നല്ല CD പാർട്ടികളൊക്കെ ഉണ്ട് എപ്പോഴും, പെട്ടെന്ന് തന്നെ അടുത്ത് തന്നെയാണ്, സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് കളക്ട്രേറ്റ്. വളരെ നോക്കിയാൽ ഇന്ന് ഒരു 200 മീറ്റർ ഡിസ്റ്റൻസാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ അവിടത്തേക്ക് പെട്ടെന്ന് എത്തി. അപ്പോഴാണ് കണ്ടത് ഈ ക്യാൻറ്റീൻ്റെ വിറക് വെക്കുന്ന സ്ഥലത്തിൻ്റെ സൈഡിലായിട്ട് ഒരാളിങ്ങനെ കമിഴ്ന്ന് കിടക്കുന്നത്. അതെ. അപ്പോൾ തലയിൽ രക്തം ഇങ്ങനെ തലയുടെ ഭാഗത്തുനിന്ന് പോയിക്കൊണ്ടിരിക്കുന്നതും ഏകദേശം അവിടെ ഉറച്ച് കിടക്കുന്നത് കണ്ടു. അപ്പോൾ ഏകദേശം കട്ട പിടിച്ച് കിടക്കുന്നു. അപ്പോൾ ഏകദേശം കൈയൊക്കെ ഒന്ന് പിടിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം കൈ കുറച്ച് തണുത്ത് പോയിട്ടുണ്ട് എന്ന് മനസ്സിലായി. മരണപ്പെട്ടു. എന്നായിരുന്നാലും സയൻറ്റിഫിക്കായിട്ട്, ശാസ്ത്രീയമായിട്ട് ജീവൻ ഉണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കേണ്ട ബാധ്യത നമ്മൾക്കല്ലാത്തതുകൊണ്ട്, ഡോക്ടർമാർക്കായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ജില്ലാ ആശുപത്രിയിലേക്ക് എടുത്തു കൊണ്ടുപോയി. നമ്മൾ ആംബുലൻസ് വിളിച്ച് കൊണ്ടുപോയി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. ഡോക്ടർ പെട്ടെന്ന് തന്നെ നോക്കിയിട്ട് പറഞ്ഞു മരണപ്പെട്ടു പോയി. ഈ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് നിങ്ങൾ എടുക്കുന്ന മുൻകരുതൽ എന്തായിരിക്കും? ആ സമയത്തുള്ള തെളിവുകൾ നശിപ്പിക്കാതിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും വളരെ പ്രസക്തമാണ്. ഒരു കേസിൻ്റെ സംഭവസ്ഥലം കേസിൻ്റെ തെളിവിലേക്ക് വളരെ നിർണായകമാണ് എപ്പോഴും. അപ്പോൾ അവിടെ കിട്ടുന്ന ഓരോ ചെറിയ ഒരു തലനാരിഴ പോലും വളരെ നിർണായകമായിട്ട് പലപ്പോഴും കേസിൻ്റെ അന്തിമ വിജയത്തിലേക്ക് എത്താറുണ്ട്, എന്നൊരു അന്തിമ നിഗമനത്തിലേക്ക് എത്താറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആദ്യമായി ചെയ്യേണ്ടത്, ഞാൻ ചെയ്തിരിക്കുന്നത് അവിടെ പോലീസിനെ സീൻ ഗാർഡ് എന്നൊരു പരിപാടിയുണ്ട്. അത് പ്രത്യേകിച്ചൊരു ഒരു ഏരിയ മാർക്ക് ചെയ്ത് അവിടെ പോലീസിനെ സീൻ ഗാർഡ് ചെയ്തു. അതൊക്കെ വ്യക്തമായിട്ട് കേസ് ഡയറിയിൽ CD-യിലൊക്കെ എഴുതി വെക്കും, ആരാണ് സീൻ ഗാർഡ് ചെയ്തിരിക്കുന്നത് കൃത്യമായ ഒരു രേഖ ഉണ്ടായിരിക്കും. അത് ചെയ്തതിന് ശേഷമാണ് ബോഡി ജില്ലാ ആശുപത്രിയിലേക്ക് അയച്ചു കൊടുക്കും. വളരെ ശാസ്ത്രീയമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു ശവം അത് പരിശോധിക്കുമ്പോഴും അത് കൈകാര്യം ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന, ട്രെയിനിങ് സമയത്ത് തന്നെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ കൺഫേം ചെയ്തിട്ടില്ല. എടുക്കുകയാണ്. ജീവനുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ജില്ലാ ആശുപത്രി. അതെ. അപ്പോൾ അങ്ങനെ ബോഡി എടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഒരു എക്സ്ചേഞ്ച് ഓഫ് എവിഡൻസ് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതൊരു ലൊക്കാർഡോ പ്രിൻസിപ്പിൾ എന്ന് പറയും. ലൊക്കാർഡോ പ്രിൻസിപ്പിൾ ഓഫ് തിയറി എന്ന് പറയും, തിയറി ഓഫ് ലൊക്കാർഡ്സോ എന്ന് പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരു പ്രതിപ്രവർത്തനം നടക്കും, ഒരു തെളിവ് അങ്ങോട്ട് കൈമാറും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ കൃത്യമായി ഈ ഗ്ലൗസ് ധരിച്ചിരിക്കും. അതുപോലെ ഒരു കൈകൊണ്ട് കൃത്യമായിട്ട് ആ സ്ഥലമോ ഈ രോഗിയെയോ അല്ലെങ്കിൽ മരണപ്പെട്ട ബോഡിയോ നമ്മൾ ഒരു നഗ്നമായ കൈ കൊണ്ട് ചെയ്യാൻ അനുവദിക്കാറില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഗ്ലൗസ് ധരിച്ചിരിക്കും, മാസ്ക് ധരിച്ചിരിക്കും. അതുപോലെ കൃത്യമായി പറ്റുമെങ്കിൽ നമ്മൾ ഈ തലയിൽ മുടിയൊക്കെ ഒഴിഞ്ഞു അതിന് വേണ്ടി നമ്മുടെ ഇതുണ്ടല്ലോ, ഈ
തലമുടി വെക്കുന്നതിന് അതും കൂടെ ധരിപ്പിച്ചിട്ടാണ് ചില കേസ് സംഭവ സ്ഥലത്തേക്ക് നമ്മൾ എത്തുന്നത്. അതിൽ നമ്മുടെ മുടിയുടെ കൊഴിഞ്ഞ് വീണാലും അതൊരു പ്രശ്നമാണ് ഭാവിയിൽ. അപ്പോൾ അങ്ങനെയുള്ള മുൻകരുതൽ കൃത്യമായിട്ട് എടുത്തിട്ടാണ് ഈ ബോഡി അവിടുന്ന് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. ആ ഡെത്ത് ഡോക്ടർ കൺഫേം ചെയ്തു, അത് മോർച്ചറിയിലേക്ക് മാറ്റപ്പെടും. കൺഫേം ചെയ്തതിന് ശേഷം മൃതദേഹം അത്യാഹിത വിഭാഗത്തിലായിരിക്കുമല്ലോ നിങ്ങൾ അതെ. എത്തിച്ചത്. അപ്പോൾ അത്യാഹിത വിഭാഗത്തിൽ ഡെത്ത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻക്വസ്റ്റ് അവിടെ നിന്ന് തന്നെ നടത്തുക, അത് ഉടൻ മോർച്ചറിയിലേക്ക് മാറ്റുകയാണ് ചെയ്യുക? അല്ല, അത് പെട്ടെന്ന് തന്നെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടാണ് ഡോക്ടർ അത് പരിശോധിച്ചിട്ട് കൃത്യമായ ഒരു തീരുമാനം ഡോക്ടർ പറയും. ഇത് ഡെത്ത് കൺഫേം ചെയ്തു. അപ്പോൾ അയാൾ എഴുതി വെക്കും. അവിടെ ഒരു നമ്മുടെ ഇൻറ്റിമേഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു രജിസ്റ്ററുണ്ട്. ആ ഇൻറ്റിമേഷൻ രജിസ്റ്ററിൽ കൃത്യമായിട്ട് പോലീസിനുള്ള ഒരു കുറിപ്പെന്ന നിലക്ക് അദ്ദേഹം അവിടെ എഴുതി വെക്കും. പരിശോധിച്ചു, ടൈം ഇന്ന സമയത്ത് പരിശോധിച്ചു, ഇന്ന ഡേറ്റിന് പരിശോധിച്ചു, അത് ഇന്നാണ് അത് സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ട് ഡോക്ടർ അവിടെ എഴുതി വെക്കും. ഈ പറയുന്ന മൃതദേഹം ആരുടേതാണ്? ഇയാളുടെ പേരോ ഊരോ അന്നേരം അറിയൂ? ഇല്ല, ഒരു അനാഥ പ്രേതം എന്ന നിലക്കാണ് ഡോക്ടർ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഡെഡ് ബോഡി മരിച്ച നിലയിൽ ഒരാളെ കൊണ്ടുവന്നു. അജ്ഞാതനാണ്. അത് പോലീസിനും അറിവേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അങ്ങനെ അത് മോർച്ചറിയിലേക്ക് മാറ്റി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് മോർച്ചറിയിൽ? അപ്പോൾ ഉടനെ തന്നെ നമ്മളെ ഇതിൽ എല്ലാ സ്റ്റേഷനിലേക്കും വിവരം കൊടുക്കാൻ വേണ്ടി വയർലെസ് മെസ്സേജ് സ്റ്റേഷനിലേക്ക് വിവരം വിളിച്ച് പറയാൻ വേണ്ടി അപ്പം തന്നെ വയർലെസ് മെസ്സേജ് തയ്യാറാക്കും. ഇങ്ങനെ ഒരു ബോഡി ഇന്ന കളക്ടറേറ്റിൻ്റെ സൈഡിൽ നിന്ന് കിട്ടി, അത് ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോയി അത് പരിശോധിച്ച് മരണപ്പെട്ടതാണ്. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഏകദേശം രൂപം വെച്ചിട്ട്, ഷർട്ടിൻ്റെ നിറം വെച്ചിട്ട്, വസ്ത്രത്തിൻ്റെ നിറം വെച്ചിട്ട് നമ്മൾ ഒരു വയർലെസ് മെസ്സേജ് എല്ലാ സ്റ്റേഷനിലേക്കും കൊടുക്കും. ഇയാൾ അന്യ സംസ്ഥാനക്കാരനാണോ അല്ലയോ എന്ന് അറിയാണ്ട് സ്റ്റേറ്റ് SSB സ്റ്റേറ്റ് ഇൻഫർമേഷൻ കൊടുക്കും. ഇൻ്റലിജൻസ് ഞാൻ കൊടുക്കും. എല്ലായിടത്തെയും കൊടുക്കും ഇൻഫർമേഷൻ, എല്ലായിടത്തെയും എത്തിക്കാൻ വേണ്ടി. അതാണ് നമ്മൾ പെട്ടെന്ന് ചെയ്യുന്ന കാര്യങ്ങൾ, അറിയാത്തത് കൊണ്ട്. തുടർന്ന് നമ്മൾ വീണ്ടും അവിടെ നിന്ന് ഇൻക്വസ്റ്റിനുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചു. അപ്പോൾ അതിനുശേഷം സീൻ കാർഡ് ഇട്ട സ്ഥലത്തേക്ക് നമ്മൾ തിരിച്ചു വന്ന് തെളിവുകൾ എന്തെങ്കിലും ഇവനെ തിരിച്ചറിയാൻ പറ്റുന്ന എന്തെങ്കിലും കൂടുതലുണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടി വീണ്ടും വന്നു. അപ്പോൾ കൂടെ തന്നെ നമ്മുടെ ടൗണിലെ മഹിജൻ, അതുപോലെ തന്നെ സന്തോഷ്, ദിനേശൻ, നമ്മുടെ ഇങ്ങനെയുള്ള ആളുകളും നമ്മളെ കൂടെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. CD പാർട്ടി എന്ന നിലക്ക് അവർ ചുറ്റുപാടും പരിശോധിക്കുന്നുണ്ട്. അപ്പോഴാണ് ക്യാൻറ്റീനിലുള്ള ഈ പറഞ്ഞ ആൾ വന്നിട്ട് പറഞ്ഞത്, അത് എന്നെ സഹായിക്കുന്ന എൻ്റെ ക്യാൻറ്റീനിൽ സ്ഥിരമായിട്ട് ചെറിയ ചെറിയ സഹായങ്ങൾ, വിറകെടുത്ത് വെക്കാൻ, വിറക് ചിലപ്പോൾ കീറാൻ വേണ്ടി, ഇങ്ങനെ ആ ഭാഗത്തൊക്കെ ലേശം വെള്ളം കുറഞ്ഞാൽ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഈ പറഞ്ഞ രാമയ്യൻ എന്ന ആളാണ് അത് എന്ന് ഒരു വിവരം നമുക്ക് തരുന്നത്. രാമയ്യൻ. അപ്പോൾ രാമയ്യൻ എന്നുള്ളത് ആ പേര് നമ്മൾക്ക് കിട്ടി. അപ്പോൾ പിന്നെ ഇദ്ദേഹത്തെ നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുപോയി വീണ്ടും തിരിച്ചറിയിച്ചു. അപ്പോൾ അയാൾ ഉറപ്പ് പറഞ്ഞു, എൻ്റെ പണിക്കാരനാണ്, അല്പം സഹായം, സ്ഥിരമല്ല എന്നാലും അത്യാവശ്യം എല്ലാം സഹായിക്കുന്ന ഒരു ജോലിക്കാരനാണ് രാമയ്യൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാച്ചുറൊക്കെ പറഞ്ഞു. പക്ഷേ ഇവിടെ കുറേ കാലമായി, പക്ഷേ ബന്ധുക്കളാരും ഇല്ല. ഇവിടെ തന്നെ ഭക്ഷണം കഴിക്കും, ഇതിൻ്റെ സൈഡിലാണെങ്കിലും കിടക്കും. അവിടെ നാട്ടിൽ എവിടെയാണെന്ന് അയാൾ പറഞ്ഞു, തിരുപ്പൂർ സൈഡിലാണെന്ന് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പോലീസ് പ്രത്യേകിച്ച് തമിഴുകൾ താമസിക്കുന്ന അന്ന് ഇഷ്ടംപോലെ തമിഴർ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും അവിടെ ഇവിടെയൊക്കെ താമസിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ അവിടെയൊക്കെ പോയി അവിടെയൊക്കെ വിവരം കൊടുത്തു, ഇങ്ങനെ ഒരാൾ ഉണ്ട്, അപ്പോൾ ഇങ്ങനെ ക്യാൻറ്റീൻ്റെ സൈഡിലാണ്, കളക്ടറേറ്റ് ക്യാൻറ്റീനാണ്, നല്ല വിവരം എല്ലായിടത്തും കൊടുത്തിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് തമിഴർ പിന്നെ ആശുപത്രിൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ കൂട്ടി വന്നിട്ട് തമിഴരിൽ അറിയുന്ന ആൾ പറഞ്ഞു, ഇത് നമ്മളെ അറിയുന്ന ആളാണ്, അണ്ണൻ തമിഴൻ രാമയ്യനാണ്, ഞങ്ങൾക്കറിയുന്നതാണ്, ഞങ്ങളെ കുറേ കാലമായി ഇവിടെയുള്ള. അപ്പോൾ പിന്നെ കൺഫേം ചെയ്തു എവിടെയാണ് സ്ഥലം എന്നുള്ളതും, തിരുപ്പൂർ എന്നാണ്. അപ്പോൾ ഏകദേശം ബന്ധുക്കളെയും കൂടി തിരിച്ചറിയാനുള്ളൊരവസരം അവരിൽ നിന്നുകൊണ്ട് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്കത് ഒരു വലിയൊരു ഒരു സഹായമായി. സത്യം പറഞ്ഞാൽ ഈ തമിഴർ അവിടെ ഇവിടെയൊക്കെ കൂടിയിരിക്കുന്ന തമിഴരെ കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം കിട്ടി. ആ വിവരം നമ്മൾ കൃത്യമായി രേഖപ്പെടുത്തി, ബന്ധുക്കൾ എവിടെയാണെന്ന് രേഖപ്പെടുത്തി. അപ്പോൾ അത് അറിയിക്കാൻ വേണ്ടി, തമിഴരെ അറിയിക്കാൻ വേണ്ടി എങ്ങനെ അറിയാൻ വേണ്ടി അവരെ ഏർപ്പാടാക്കി ആ ലിസ്റ്റ് നമ്മൾ ആ രീതി, ആ പേര് ഇതൊക്കെ തരാൻ വേണ്ടി പറഞ്ഞു. തുടർന്ന് നമ്മൾ ഇൻക്വസ്റ്റ് നടത്തി. ബോഡി നടപടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മരിച്ച ശരീരം, ഒരു ബോഡി പരിശോധിച്ചിട്ട് ആ ശരീരത്തിൽ കാണുന്ന എല്ലാം
അതായത് ഒരു മരണത്തിലേക്ക് എത്തിയ സാഹചര്യം മുഴുവൻ വിശദീകരിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ശരീരം 8 വിശദീകരിച്ചെടുക്കുന്ന ഒരു നടപടിയാണ് ഇൻക്വസ്റ്റ് എന്ന് പറയുന്നത്. അതിലൊരൊന്നും വിട്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ്. നഖം മുതൽ തലമുടി വരെയുള്ള കാര്യങ്ങൾ വിട്ടുപോകാൻ പാടില്ല. അതുകൊണ്ടാണ് തലമുടിൻ്റെ നീളമൊക്കെ കൃത്യമായിട്ട് അളന്നിട്ട് തന്നെ രേഖപ്പെടുത്തും, ശരീരം നീളം രേഖപ്പെടുത്തും, എല്ലാം നമ്മൾ കൃത്യമായ കളറ് രേഖപ്പെടുത്തും. എവിടെയെങ്കിലും നമ്മൾ പുള്ളി ശരീരത്തിന് കുത്തുകളോ കൊമകളോ കൊണ്ട് എല്ലാം രേഖപ്പെടുത്തേണ്ട ഒരു റിപ്പോർട്ടാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് കേസിലേക്ക് വളരെ നിർണായകമാണ്. ഭാവിയിൽ നമ്മളെ രേഖപ്പെടുത്തുന്നത് ഭാവിയിൽ ഗുണം ചെയ്യും. ഈ തിരിച്ചറിയാത്ത കേസുകളിലേക്ക് നമ്മളെ ഓരോ സ്ഥലങ്ങളും ചിലപ്പോൾ അടയാളങ്ങൾ ഒരു മുറിക്കല അല്ലെങ്കിൽ ഒരു നമ്മുടെ ഇപ്പോഴത്തെ ഉണ്ടല്ലോ ടാറ്റു കുത്തുന്നത്, അത് ഇന്ന അടയാളമാണ് ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ ഒരു ഇങ്ങനെയുള്ളതൊക്കെ ഒരു അടയാളങ്ങളൊക്കെ പറയുമ്പോൾ ചിലവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഈ ഇൻക്വസ്റ്റ് എന്ന് പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥൻ വളരെ ശാസ്ത്രീയമായിട്ട് നിരീക്ഷണം നടത്തി ചെയ്യേണ്ട ഒരു വസ്തുതയാണ് ഇൻക്വസ്റ്റ്. അത് പെട്ടെന്ന് ഇങ്ങനെ എഴുതി പോലല്ല. അത് 8 അതൊരു പ്രധാനപ്പെട്ട കേസിൽ എനിക്കറിയാം. സത്യത്തിൽ ഞാൻ വിട്ടുപോയതാണ്. എനിക്കത് വിട്ടുപോകാതിരിക്കാൻ വേറെ നിർവാഹമില്ല. അങ്ങനെയുള്ള സ്ഥലത്താണ് ഒരു മുറിവുണ്ടായത്. ഞാൻ വേറൊരു കേസിൽ പറയുന്നത്. അപ്പോൾ പക്ഷെ എന്നിട്ടും അത് ഡോക്ടർ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ട് ഞാൻ രേഖപ്പെടുത്തി. ഒരിക്കലും എനിക്ക് ആ സ്ഥലത്തേക്ക് പോയി കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സ്ഥലത്തായിരുന്നു. അപ്പോൾ രഹസ്യഭാഗം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതാണ് ഇൻക്വസ്റ്റിൻ്റെ ഒരു നല്ലൊരു വശം. അപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ എല്ലാം ഞാൻ പൂർത്തിയാക്കി. എല്ലാം പക്ഷേ എല്ലാം കഴിഞ്ഞു. അതിന് 3 മണിക്കൂറെടുത്തു എല്ലാം പൂർത്തിയാക്കി വരുമ്പോഴേക്ക്. അത് കഴിഞ്ഞ് ആ ബോഡി വീണ്ടും മോർച്ചറി നമുക്ക് ബന്ധുക്കളൊന്നും വരാതെയോ കൃത്യമായൊരു ഐഡൻറ്റിഫിക്കേഷൻ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ നോട്ട് ചെയ്ത പോയിന്റ്സ് എന്തൊക്കെയായിരുന്നു ആ ഇൻക്വസ്റ്റിൽ നോട്ട് ചെയ്ത കാര്യങ്ങൾ? നോട്ട് ചെയ്ത പ്രധാനമായ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ബോഡി ഇഞ്ചുറി കാര്യമായത് എന്തൊക്കെ ഉണ്ടാകുന്നുള്ളത്. ബോഡി ഇഞ്ചുറി അതാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംശയകരമായ സാഹചര്യത്തിൽ മരണപ്പെട്ട കാര്യമാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മരണത്തിലേക്ക് എത്തുന്ന സാഹചര്യങ്ങൾ ഈ ശരീരത്തിൽ നിന്ന് എന്തെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. ഈ ബോഡിയിൽ എന്തൊക്കെ പരിക്കുകൾ? ഈ ബോഡിയിൽ ഒന്നുണ്ടായത് പ്രധാനമായിട്ട് ഇയാൾക്ക് ഈ നെറ്റി ഭാഗം ഇത് ഇങ്ങനെ താഴ്ന്നു പോയിരുന്നു. പിന്നെ അവിടെ ഇവിടെയൊക്കെ ചെറിയ ഒരുപാടുകളുണ്ട്. പക്ഷേ മെയിനായിട്ടുള്ള ഇത് തന്നെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പ്രത്യക്ഷത്തിൽ ഈ ഒരടിയാണ് മരണത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകിച്ച് കാണാനുണ്ട്. അപ്പോൾ ചോരപ്പാടുകളും ഒക്കെ ഷർട്ടിലും മുണ്ടിലൊക്കെ കാണപ്പെടുന്ന ചോരയും ഇതൊക്കെ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചെറിയ ഒരവുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയാൾ അല്പം നീളം കുറഞ്ഞ മനുഷ്യനാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, ഇത് മദ്യപാനം ഉണ്ടായിട്ടുണ്ട് രാത്രി എന്നും പറഞ്ഞു. അപ്പോൾ ബോഡി ഞങ്ങൾ ഇൻക്വസ്റ്റ് കഴിഞ്ഞ് ബോഡി മോർച്ചറി സൂക്ഷിക്കാൻ ഡോക്ടർക്ക് റിക്വസ്റ്റ് കൊടുത്തു. ഇത് തിരിച്ചറിയുന്നവരെ ആളെ പേരും ഊരും മനസ്സിലാവുന്നവരെ രക്തബന്ധുക്കൾക്ക് തിരിച്ചേൽപ്പിക്കാൻ പറ്റുന്ന ഒരു സമയത്തേക്കുള്ള മോർച്ചറിയിൽ സൂക്ഷിച്ചു വെച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ വിശദമായ അന്വേഷണത്തിലേക്ക് ഇറങ്ങി. കാരണം അങ്ങനെ വരുമ്പോൾ സ്റ്റേഷനിലേക്ക് വേറൊരു FIR വന്നു. അതാണ് കേസിൻ്റെ ഇതിൻ്റെ ഒന്നുമല്ല. നമ്മളെ സ്റ്റേഷനിൽ പിന്നെ പെട്ടെന്ന് പരിശോധിക്കുമ്പോൾ ഒരു 307 വധശ്രമത്തിലുള്ള കേസ് വന്നു. അതും അന്വേഷിക്കേണ്ടത് ഞാൻ തന്നെയാണ്, വധശ്രമമായതുകൊണ്ട്. അപ്പോൾ FIR സാർ ഇങ്ങനെ ഒരു വധശ്രമത്തിൻ്റെ FIR വന്നിട്ടുണ്ട്, അയക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അയക്ക്. അപ്പോൾ ഞാനത് പരിശോധിച്ച് നോക്കുമ്പോൾ അതിൻ്റെ സംഭവ സ്ഥലം പറഞ്ഞിരിക്കുന്നത് ഈ കലക്ടറേറ്റുമായി ബന്ധപ്പെട്ട ഈ പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ പെട്ടെന്ന് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു. അതൊരു പറഞ്ഞില്ലേ ചില സമയത്ത് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു. ഒരേ സ്ഥലമാണല്ലോ ഇത് കാണുന്നത്. എന്നാൽ പിന്നെ ഇത് വളരെ രസം. അപ്പോൾ 2 ദിവസം ഈ പറഞ്ഞത് 2 ദിവസം കഴിഞ്ഞു. ഈ FIR വന്നു. നമ്മളത് അന്വേഷണം നടത്തി പോവാണ്. എന്നാലും ഇവനെ പോയി പിന്നെ ആശുപത്രിയിൽ പോയി കണ്ടു മൊഴിയെടുത്തു. വധശ്രമത്തിന് വിധേയനായാണ്. അവൻ്റെ പേര് ഓർമ്മയുണ്ടോ? അവൻ്റെ പേര് തയ്യിലുള്ള ഒരാളാണ്. കൃത്യമായിട്ട് പേര് ഞാൻ ഓർക്കുന്നത് 11 തീയതി മനസ്സിലേക്ക് വരുന്നില്ല. തയ്യിലുള്ള ഒരാളാണ്. അവിടെ അയാളുടെ മൊഴി കൃത്യമായിട്ട് അയാൾ പറഞ്ഞിരിക്കുന്നു. ഞാൻ ഇങ്ങനെ ഇന്ന സ്ഥലത്ത് പോയി ഇരിക്കാറുണ്ട്. അവിടെയുള്ള വിനോദ് എൻ്റെ ഒരു സുഹൃത്താണ്. വിനോദ് ഇങ്ങനെ ടൗണിലെ എല്ലാ കാര്യങ്ങളും ഇടപെട്ട് ഇങ്ങനെ അല്പം മദ്യപിച്ചൊക്കെ ഈ സ്ഥലത്ത് പോയിരിക്കുന്നതാണ്. ഇവനും ഈ പറഞ്ഞ തയ്യലുകാരനും അങ്ങനെ ചെറിയൊരു സുഹൃത്തുക്കളാണ്. അപ്പോൾ അത്യാവശ്യം കാശെല്ലാകുമ്പോൾ ഇവരൊരു കുപ്പിയെല്ലാം വാങ്ങി ആ മൂലക്കിരുന്ന് ക്യാൻറ്റീൻ്റെ മൂലക്കിരുന്ന് ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം വാങ്ങി ഇവയെല്ലാം അടിക്കുന്നൊരു ശീലമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ്
ഈ പറഞ്ഞവൻ ഈ ഇവിടെ എത്തിയത് അന്നത്തെ ഈ പറഞ്ഞ സമയം ഏകദേശം അന്നേ ദിവസം തന്നെയാണ് ദിവസം അവിടെ ഇരുന്ന് ഇവരെല്ലാം കൂടി ഒരു കുപ്പിയൊക്കെ വാങ്ങി ഈ വിനോദും ഈ പറഞ്ഞ രാമയ്യനും ഇവരെല്ലാം കൂടി ഇരുന്ന് മദ്യപിക്കുകയാണ്. അപ്പോൾ രാമയ്യ എന്ന് പറഞ്ഞാൽ ലേശം മദ്യപിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പരപരാ പറഞ്ഞുകൊണ്ടിരിക്കും കാര്യങ്ങൾ. ആൾ ഒരു പാവത്താനാണ്, ശുദ്ധനാണ്. അത് പിന്നീടാണ് മനസ്സിലായത്. പക്ഷേ നോൺ സ്റ്റോപ്പായിട്ട് തെറി പറഞ്ഞുകൊണ്ടിരിക്കും, ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും, എല്ലാം ചെയ്യും. അപ്പോൾ ഈ രാമയ്യൻ്റെ അടുത്ത ഒരു സുഹൃത്തുണ്ട്, അതാണ് ഈ പറഞ്ഞ വിനോദ് ഈ പറഞ്ഞ മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാമയ്യനും വിനോദുമായിട്ട് ചില തർക്കങ്ങളായി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവനും തയ്യലുകാരനും ഇടപെട്ടു. അപ്പോൾ ഈ വിനോദ് തയ്യലുകാരൻ കുറച്ച് നാളെ തടിയനാണ്, വിനോദ് അല്പം മെലിഞ്ഞിട്ടൊക്കെയാണ്. അപ്പോൾ അവനങ്ങനെ നേരിട്ട് ഒരു ഫൈറ്റ് ചൊറിയും നിശ്ചയത്തെയൊക്കെ വിളിച്ച് തള്ളലൊക്കെ ചെയ്തു. സ്നേഹദാന കുറച്ച് ഇവരല്പം തെറ്റി തന്നെ, അതായത് രാമയ്യനായിട്ട് വലിയ തെറ്റൊന്നുമില്ല, പക്ഷേ ഇവർ തമ്മിൽ അല്പം അപസ്വരങ്ങളുണ്ടായി. അത് ഫിസിക്കലായിട്ട് തള്ളലൊക്കെ ആയി. അപ്പോഴെന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ വിനോദ് പെട്ടെന്നുള്ളൊരു അറ്റാക്ക് അവിടെയുള്ള വിറകിന് കുറേ എൻ്റെ സൈഡാണല്ലോ, അവിടെ നിന്ന് എടുത്തിട്ട് ഈ തയ്യലാൻ അറ്റടി തലക്ക്. ആ അപ്പോൾ നല്ല മുറിവായിരുന്നു. അവൻ അപ്പോൾ തന്നെ രക്ഷയില്ലായി വേഗം പുറത്തിറങ്ങി ഒരു ഓട്ടോറിക്ഷ പിടിച്ചിട്ട് ജില്ലാ ആശുപത്രിയിലേക്ക് പോയി. അപ്പോൾ തന്നെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയൊക്കെ ഫോണിൽ വിളിച്ച് പറഞ്ഞു എനിക്ക് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. അങ്ങനെ പോയി അവന് ജില്ലാ ആശുപത്രി അഡ്മിറ്റ് ചെയ്തു. അതാണ് ഈ രണ്ടാമത് വന്ന FIR ഈ വധശ്രമമായിട്ട് നമ്മൾ കേസെടുക്കേണ്ടി വന്നു. നല്ല മുറിവാണ്. അപ്പോൾ ഇയാൾ മൊഴിയെടുത്ത് വരുമ്പോൾ അപ്പോൾ ഈ പറഞ്ഞ രാമയ്യൻ്റെ സംഭവം ഇവൻ അറിഞ്ഞിട്ടുണ്ട് പിറ്റേന്ന് ഇങ്ങനെ രാമയ്യ. അപ്പോൾ ഈ പറഞ്ഞു സാർ എന്നെ വിനോദ് അടിച്ചു. അനക്കാലേ പറയാം, ഞങ്ങൾ മൂന്നാളും തമ്മിൽ ചിത്തവിളിയും അതല്ലേ. രാമയ്യനെ ഇവൻ അടിച്ചു. അതിനെ നമുക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ സ്ഥിരീകരിക്കാൻ ഇവന് നല്ല മുറിയാണ്, പരിക്കുവാണ്. അവിശ്വസിക്കേണ്ട കാര്യമില്ല. അതായത് എന്നെ അടിച്ചു, ആ മരത്തിൻ്റെ തന്നെ റബ്ബറിൻ്റെ നല്ല പീസാണ്, അതെടുത്തിട്ട് രാമയ്യനും അടിച്ചു. അപ്പോൾ രാമയ്യൻ മരിച്ചോ എന്നൊക്കെ അറിയില്ലായിരുന്നു, രാമയ്യനും അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് മരിച്ചതെന്ന് അറിഞ്ഞത്. അപ്പോൾ വിനോദ് വീഴുന്നു, ഉറപ്പായി എന്നത് അടിച്ചിട്ടുണ്ട്, ഞാൻ അടിക്കുന്നുണ്ട്. കാരണം നല്ല പേര് ദൃക്സാക്ഷിയാണ്. വേറെ തയ്യൽ സ്വദേശിക്കും അടികിട്ടി, രാമയ്യനും അടികിട്ടി, രാമയ്യൻ മരിച്ചു, തയ്യൽ സ്വദേശി ആശുപത്രി. പിന്നെ നമ്മളൊന്നും നോക്കണ്ടല്ലോ. പിന്നെ നമ്മളൊരു ത്വരിതഗതിയിൽ വിനോദിനെ കണ്ടെത്താനുള്ള തയ്യാറാണ്. ഒരു 2 ദിവസം അന്വേഷിച്ചു. അപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് ഒരു വന്ന് അന്വേഷിക്കുന്നത് ഒരാണ്ട്. അപ്പോൾ SP അന്നത്തെ SPയും വളരെ വിനോദിനെ പെട്ടെന്ന് പിടിക്കണം, കേസ് ഐഡൻറ്റിഫിക്കേഷൻ എല്ലാം ദൃക്സാക്ഷിയാണ്, അവന് പരിക്കുണ്ട്. അപ്പോൾ പിന്നെ അവിശ്വസിക്കേണ്ട കാര്യമില്ല, അതും കേസായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് അവൻ 307 കേസിൽ പ്രതി നിർബന്ധമായിട്ട് അന്വേഷിച്ച് അവിടെ എല്ലാം ആയി കഴിഞ്ഞു. ഓടി നടന്ന അവസാനം 2 ദിവസം കഴിയുമ്പോൾ ഒരു ഇൻഫർമേഷൻ കിട്ടി. നമ്മളെ തളാപ്പ് ഭാഗത്തൊരു കാവിൻ്റെ സൈഡിലൂടെ കാട്ടിൽ അടിയുണ്ട് എന്ന് പറഞ്ഞു പോയി വിനോദൻ. അങ്ങനെ അവനെ ആ ഭാഗത്ത് നമ്മൾ കസ്റ്റഡിയിലെടുത്തു, പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവച്ചു. പ്രശ്നം തീർന്നു, പ്രതിയായി, തെളിവായി. അവിടെയാണ് രസം. നമുക്കൊന്നും ആവശ്യമില്ല, കാര്യമില്ല. കൃത്യമായ റിപ്പോർട്ട് മുകളിലോളം പോയി. പ്രതി അറസ്റ്റിലാണ്. എനിക്കൊന്ന് അന്നത്തെ ഇവിടെയുള്ള പ്രാദേശിക പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതായത് പ്രതി അറസ്റ്റിൽ. അങ്ങനെ മൊഴിയെടുത്തെല്ലാം വരുമ്പോൾ ഇവൻ കാര്യമായി ഞങ്ങൾ മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അന്നത്തെ രീതിയിൽ. വളരെ മെലിഞ്ഞ അവരെ മെലിഞ്ഞാണ്, അവൻ നല്ല വടിയാണ്. വിനോദ് നല്ല വടിയാണ്. അല്ല, വിനോദ് മെലിഞ്ഞാണ്, പാവത്താണ്. അപ്പോൾ അവനാണ് ഇങ്ങനെ വായിച്ചോണ്ട് സാറേ എൻ്റെ അണ്ണനെ ഞാൻ കൊല്ലുമോ? അണ്ണനെ ഞാൻ കൊല്ലില്ല ഒരിക്കലും. അയ്യോ നിങ്ങൾ എന്താ ഈ പറയുന്നത്? അണ്ണനെ ഞങ്ങൾ ചീത്തലും വിളിക്കും, ഇന്നവളെ അടിക്കും, പക്ഷെ അണ്ണൻ എൻ്റെ ദൈവമാണ് എന്നെല്ലാം പറഞ്ഞ് രാമയ്യൻ ഇവന് ഭയങ്കര, അത് പറയുന്ന കേൾക്കുമ്പോൾ തന്നെ അവന് ഭയങ്കര സങ്കടം, മരിച്ചു എന്ന് പറയുമ്പോൾ.